ഡോക്ടർ മീര ഹരികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മീര, ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പോലും സത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഞങ്ങൾ വളരെ കരുതലാണ്. കാരണം ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നതും കുട്ടികളാണ്. പക്ഷേ ഇത്ര ആസൂത്രിതമായി കൊലവിളി നടത്തിക്കൊണ്ട്, എല്ലാവരും കൂടെ പോന്നോളിൻ എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും കൂട്ടിക്കൊണ്ട്, നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പഠിച്ചുകൊണ്ട് ഒരു കൊലപാതകം ഒറ്റ ദിവസം കൊണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നു കുട്ടികൾ, ആയുധങ്ങൾ ഉൾപ്പെടെ കയ്യിലേന്തിക്കൊണ്ട്. ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്? നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ ഇവർക്ക് കിട്ടുന്നതിനുള്ള ലഭ്യത വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവര് ഇന്നത്തെ നിയമവുമായിട്ടും ഇവർക്ക് അല്പസ്വല്പം ഈ അല്പജ്ഞാന അപകടം എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാം. ഞാൻ വായിച്ചിടത്തോളം ഈ കുട്ടികൾ നിയമത്തിന്റെ ചില വഴികളൊക്കെ അവർ പഴുതടച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം സംഘം ചേർന്ന് ആക്രമിച്ചാൽ അവർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ഇവര് ചിന്തിച്ചിരുന്നു എന്നൊക്കെ ഞാനിപ്പം മാധ്യമത്തിൽ കൂടെ വായിക്കാനിടയായി. അപ്പം ആ കുട്ടികൾ അത്രത്തോളം കണ്ണിങ്ങായി പ്ലാൻ ചെയ്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, നിയമത്തിന്റെ മുന്നിൽ നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും, അവര് ഒരുമിച്ച് ചേർന്ന് ഈ ഒരു കുട്ടിക്കെതിരായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തു പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ കുറവ് ഞാനൊക്കെ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത്, ജീവിത നൈപുണി വിദ്യാഭ്യാസം നമ്മൾ വേണം എന്ന് പറയുകയും പക്ഷേ ഇതൊന്നും ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ നയത്തില് ശക്തമായി കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കുറവാണ്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ നമ്മൾ സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് വളരെ കുറവാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പേരന്റിങ് സ്റ്റൈലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഇവർക്ക് കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാനോ എടുക്കാനോ മുന്നോട്ട് പോകാനോ ഒക്കെയുള്ള ഒരു കാലതാമസം, അവർക്കൊരു സമയം അധികം കിട്ടാത്ത ഒരു സാഹചര്യമാണ് വീടുകളിലുള്ളത്. കുട്ടികൾ അപ്പോൾ അവരുടേതായ വഴികൾ, അവരുടെ സ്വാതന്ത്ര്യം, സുഖ സൗകര്യങ്ങളൊക്കെ തേടി പോകുന്നു. കാരണം സാമ്പത്തികമായിട്ടൊന്നും ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ പല വീടുകളിലും ഇല്ല. ഇത്തരം കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് അവരുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയും അവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കുകയും ആഘോഷിക്കുകയും, ആഘോഷങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ശരിയായ കെയറും പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവരുടേതായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അത് പിടിക്കപ്പെടുമ്പോൾ ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല, ആ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മൂല്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ ആ കുഞ്ഞിന്റെ ശാരീരിക മാനസിക വളർച്ചകൾ ഒരുപോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു വളർച്ചയുടെ സമയത്ത് ഈ മാനസിക വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള വാല്യൂ ആഡഡ് എഡ്യൂക്കേഷൻ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നും ഇന്നിപ്പോ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടി വരും. കാരണം ഇതൊരു ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള കുട്ടികളുടെ അക്രമവാസനകൾ. അപ്പൊ ഇതിൽ ഒരു നല്ല രീതിയിലുള്ള രക്ഷാകർതൃത്വം, സമൂഹത്തിന്റെ ഒരു ശരിയായ അവബോധം, ബോധവൽക്കരണങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ശരിയായ ഒരു അവബോധവും അതിന്റെ ഒരു മൂല്യത്തിൽ ഊന്നിയുള്ള ഒരു വിദ്യാഭ്യാസവും വളരെയേറെ കുറഞ്ഞു പോകുന്നതായിട്ട് നമ്മളിപ്പോൾ ഭയപ്പെടുന്നുണ്ട്. അച്ഛനമ്മമാർക്കൊപ്പം തന്നെ ഈ ഭരിക്കുന്നവരുടെയും ഭരണകൂടത്തിൻ്റെയും അവർ ഉണ്ടാക്കി വയ്ക്കുന്ന നിയമങ്ങളുടെയും ഒക്കെ നോട്ടക്കുറവ് എത്രത്തോളമുണ്ട് ശ്രീമതി മീര? കാരണം സമൂഹ മാധ്യമങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ പോലും ഈ കുട്ടികളുടെ മനസ്സ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ 2K കിഡ്സ് എന്ന് കേൾക്കുമ്പോഴും തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ഒക്കെ അതിന് കൂടെ ചേർന്ന് ചിരിക്കാറുണ്ട് നമ്മളും. പക്ഷേ അത് എത്രത്തോളം വലിയ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് തീർച്ചയായും സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ സിനിമ തുടങ്ങി എല്ലാ മാധ്യമങ്ങളും അതിന് കാരണക്കാരാവുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇതിനൊക്കെ ഒരു നിരീക്ഷണം ഏർപ്പെടുത്താനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കിതിനൊക്കെയും പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പോലും തടയിടാൻ കഴിയുകയുള്ളൂ.
തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവരുന്നതും അതുതന്നെയാണ്. ഈ ഒരു തന്ത വൈബ് തള്ള വൈബ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇന്ന് ഒരു ഇടത്തരം ഫാമിലികളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യമാണ്. പണ്ടൊക്കെ ഒരു കുട്ടി എവിടെയുണ്ട് എന്ന് കൃത്യമായി രക്ഷിതാക്കൾക്ക് അറിയാം. പക്ഷെ ഇന്ന് അതൊന്നും അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ഒന്നും. ഈ കുട്ടികൾ ഒന്നിച്ചു കൂടുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഒരു അംഗനവാടി പ്രവർത്തക എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അവര് പകലായിരിക്കുന്ന സമയത്ത് കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് ഒരു വീട്ടിൽ ഒത്തുകൂടുന്നു. അവിടെ അവര് ബിയർ കാര്യങ്ങൾ അതുമായിട്ട് ലഹരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഇവർ ചെന്ന് അതിന് നിങ്ങൾ ഇങ്ങനെ മുതിരരുത് എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു രീതി ശരിയല്ല, നിങ്ങൾ കുട്ടികളാണ് എന്ന് ആ അംഗനവാടി പ്രവർത്തക അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അവർക്കെതിരെ ചീറിപ്പാഞ്ഞുകൊണ്ടാണ് കുട്ടികൾ, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്താ അവകാശം. അവരതൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ അവരെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യം, ആ വീട്ടിലെ ആ കുട്ടിയുടെ പേരന്റ് വൈകുന്നേരം രാത്രിയിൽ വിളിച്ചിട്ട് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് എന്നുള്ള ഒരു ആ ടീച്ചറിനെ സംബന്ധിച്ച് ഒരുപാട് വേദനിപ്പിച്ച ഒരു അനുഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം ഇടപെടലുകൾ നടത്തുന്നവർ അവിടെ ഒറ്റപ്പെടാനും അവർക്കെതിരെ ഈ രക്ഷിതാക്കൾ അടക്കം ചീറിപ്പായുന്ന ഒരു അനുഭവങ്ങളും നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ കുട്ടികൾ പൊതുസമൂഹത്തിന്റെ ഒരു സ്വത്താണ് എന്നുള്ള ഒരു ബോധത്തോടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പരസ്പരം പഴി ചാരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാവരും, അത് അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും സമൂഹമാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും ശക്തമായ നിയമവൽക്കരണം ഇതിനകത്ത് വേണം. കാരണം കുട്ടികളാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ പല കേസുകളും കണ്ണടച്ചു വിടുന്ന ഒരു രീതികളും കാണാറുണ്ട്. പക്ഷെ ശക്തമായ താക്കീത് കൊണ്ട് തന്നെ ഇതിനെ നിർത്താനും നമുക്ക് സാധിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീമതി മീര ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.